ദ്രോഹം ചെയ്ത് ബുദ്ധിമുട്ടിച്ച് ഒരു ഗുണവും ചെയ്യാതെ അവസാനം പാർലമെന്റും പഞ്ചായത്തും ഒക്കെ UDF അനുകൂലമാകാൻ പോവാണ്, മുസ്ലിം ഒക്കെ വരാൻ പോവാണെന്ന് കണ്ടപ്പോ തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിൽ വെച്ച് ഒരു കള്ളത്തരം ബോംബിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയ കഥയാണ് ഇപ്പൊ കഴിഞ്ഞത്. ആ കഥയിലെ മുഴുവൻ ഡീറ്റെയിൽസും ഇപ്പൊ പറയാൻ വയ്യ, പറയാനാവുമ്പോ പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ നാടകം കേരളത്തിലെ ജനങ്ങൾ മുഴുവനായി അറിയും. അതിനെപ്പറ്റി പാർട്ടി ചർച്ച ചെയ്ത് തരുവാണ്, UDF ചർച്ച ചെയ്ത് തരുവാണ്. അത് കഴിയട്ടെ, ഇൻഷാ അല്ലാഹ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ സഹപ്രവർത്തകന്മാർക്ക് വേദി ഒഴിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനായ റഷീദ് അലി ശിഹാബ് തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യും, മറ്റ് നേതാക്കന്മാർ പ്രസംഗിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്ദി. ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം മുസ്ലിം ലീഗിന്റെ പ്രതിപാദനായ പ്രാസംഗികൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുസ്ലിം രാഷ്ട്രീയത്തിന് എന്ന വളരെ ശ്രദ്ധേയമായ ഒരാശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് സമർപ്പിക്കുന്നതിന് വളരെ ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാന്യനായ തങ്ങൾ ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ബഹുമാനായ അധ്യക്ഷൻ അവർകളെ, വേദിയിൽ സന്നിഹിതരായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അബ്ദുറഹ്മാൻ വണ്ടത്താണി, PV മുഹമ്മദ് അരിക്കോട്, പുല്ലാണി സയ്യിദ്, നൗഷാദ് മണശ്ശേരി, അഡ്വക്കേറ്റ് ഉമർ MLA, മറ്റു വിശിഷ്ടാതിഥികൾ, സഹോദരന്മാരും, ഒതുക്കുങ്ങൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളന വേദിയാണ് ഇത്. ഈ അടുത്ത കാലത്തായി മുസ്ലിം ലീഗിനെ തകർക്കാനാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും മുസ്ലിം ലീഗിനെ അത്തരം പ്രചരണങ്ങളുമായി മുസ്ലിം ലീഗ് തകർക്കാൻ സാധ്യമല്ല എന്ന് വിളിച്ചു വന്നതാണ് ഈ സമ്മേളനത്തിൽ കൂടിയ ജനങ്ങൾ. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും അതോടൊപ്പം MK മുനീറിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തമ്മിലടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാൻ എന്ന വ്യാജം മുസ്ലിം ലീഗിനെ തകർത്ത് മുന്നോട്ട് പോകാതെ രാഷ്ട്രീയപരമായി നേരിട്ടുകൊണ്ടായിരിക്കണം മുന്നേറേണ്ടത്. ഒരിക്കലും വ്യക്തികളെ തേജോവധം ചെയ്തുകൊണ്ടല്ല മുന്നോട്ട് പോകേണ്ടതും എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൽ ഒത്തൊരുമിച്ച ഈ ജനങ്ങളോടാണ് മുസ്ലിം ലീഗിന്റെ അഭിമാനവും മുസ്ലിം ലീഗിന്റെ കഴിവും. ഈ പരിപാടിയുടെ ഈ വൈകിയ വേളയിൽ നിങ്ങളോട് കൂടി ഉദ്ഘാടന ക്രമം അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജയ് ഹിന്ദ്. എടുത്ത വാർഡിന്റെ സെക്രട്ടറിമാർ എത്രയും പെട്ടെന്ന് ഈ അവാർഡ് തങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതാണ്. തൊടുകുത്തുറമ്പ് വാർഡിന് വേണ്ടി EK റഹീം, നട്ടനാലക്കൽ റാഷിദ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി അവർ നമുക്ക് വേണ്ടി പ്രസംഗം പുനരാരംഭിക്കുന്നു. മുസ്ലിം അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് BJPയുടെ സമുന്നതനായ നേതാവ് അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള ഉപയോഗിച്ച ഏതാനും ചില വാചകങ്ങളാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മതത്തിന്റെ നൈതികതയെ നന്മയുടെ വഴിയിൽ ലോകത്തുണ്ടായ ദുരന്തത്തിന്റെ ഒരു പാഠമാണ് പാകിസ്ഥാൻ. അതിന് അദ്ദേഹം
ബേനസീർ ഭൂട്ടോ എഴുതിയ ഒരു പുസ്തകത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്, മതത്തെ ദുരുപയോഗപ്പെടുത്തുന്നിടത്ത് പാകിസ്ഥാനിലുണ്ടായ ചില അപകടകരമായ ശൈലിയാണ് പാകിസ്ഥാനിൽ നിരന്തരമായി നടക്കുന്ന രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, മതത്തിന്റെ നൈതികതയെ നന്മയുടെ മാർഗത്തിൽ വിനിയോഗിച്ചതിന് ലോകത്തെ മികച്ച ഉദാഹരണം കേരളമാണെന്നും അതിന്റെ ശില്പി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്നും പറഞ്ഞപ്പോൾ അവിടെയാണ് നൈതികതയുടെ സവിശേഷത നാം കാണുന്നത്. മതത്തിന്റെ നൈതികതയെ നന്മയുടെ വഴിയിൽ വിനിയോഗിക്കുക, അങ്ങനെ ഒരു വഴിയിൽ വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഈ സംഘടന തെളിയിക്കുക. സമൂഹത്തിനിടയിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയെടുത്ത ഏറ്റവും